ഒരു റഡാറിന്റെ കണ്ണിൽപ്പെടാതെ യാതൊരുവിധ സിഗ്നലുകളും പുറത്തുവിടാതിരിക്കാൻ ഒരു വിമാനത്തിന് സാധിച്ചാലോ? ആകാശത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് നിരീക്ഷിക്കാൻ മറ്റൊരു സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാലോ? കേൾക്കുമ്പോൾ തന്നെ ഒരു സയൻസ് ഫിക്ഷൻ സിനിമ പോലെ തോന്നുന്നുണ്ടല്ലേ? എന്നാൽ അങ്ങനെയല്ല. ഇന്ത്യയുടെ സ്വന്തം 5ാം തലമുറ വിമാനമായ AMCAയിൽ ഉൾപ്പെടുത്താൻ പോകുന്ന അത്തരമൊരു അത്ഭുത സാങ്കേതിക വിദ്യയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. എന്താണ് ഈ സാങ്കേതിക വിദ്യ? ഇത് ഇന്ത്യയുടെ പ്രതിരോധ മേഖലയെ എങ്ങനെയാണ് മാറ്റിയെടുക്കുന്നത്? ആഴത്തിൽ തന്നെ പരിശോധിക്കാം. ലെറ്റ്സ് ചെക്ക് ഇൻ ഡീറ്റെയിൽ. വെൽക്കം ടു ദി പോയിന്റ്. ഇന്ത്യൻ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ DRDO ആണ് ഈ അത്യാധുനിക സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുക്കുന്നത്. ഇൻഫ്രാറെഡ് സെർച്ച് ആൻഡ് ട്രാക്ക് അഥവാ IRST എന്നാണ് ഇതിന്റെ പേര്. വളരെ ലളിതമായി പറഞ്ഞാൽ ഇതൊരു നിശബ്ദ കാവൽക്കാരനാണെന്ന് വേണമെങ്കിൽ പറയാം. സാധാരണ റഡാറുകൾ സിഗ്നലുകൾ പുറത്തുവിട്ടാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. എന്നാൽ IRST അങ്ങനെയല്ല. വിമാനങ്ങൾ പുറത്തുവിടുന്ന താപനിലയും ചൂടും അടിസ്ഥാനമാക്കിയാണ് ഇവ പ്രവർത്തിക്കുന്നത്. അതായത് വിമാനം സ്വന്തം റഡാർ ഓൺ ചെയ്യാതെ തന്നെ അന്തരീക്ഷത്തിലെ മാറ്റങ്ങൾ കൃത്യമായി നിരീക്ഷിക്കാൻ ഈ സംവിധാനത്തിന് സാധിക്കുമെന്നതാണ്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ MWIR മിഡ് വേവ് ഇൻഫ്രാറെഡ്, അതുപോലെ തന്നെ LWIR ലോങ് വേവ് ഇൻഫ്രാറെഡ് എന്നീ 2 ബാൻഡുകളിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. എഞ്ചിനുകളിൽ നിന്നുള്ള ചൂട് മാത്രമല്ല, വിമാനത്തിന്റെ പ്രതലത്തിലുള്ള ചെറിയ താപ വ്യത്യാസങ്ങളും ഇതിന് സസൂക്ഷ്മം കണ്ടെത്താൻ കഴിയും. ഈ സാങ്കേതിക വിദ്യ വിമാനത്തിന്റെ മുൻഭാഗത്താണ് ഘടിപ്പിച്ചിരിക്കുന്നത്. ഇലക്ട്രോ ഒപ്റ്റിക്കൽ ടാർഗറ്റിംഗ് സിസ്റ്റം EOTS എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. വിമാനത്തിന്റെ ഡിസൈൻ യാതൊരുവിധ മാറ്റവും വരുത്താതെ തന്നെ വിമാനത്തിന്റെ വേഗതയെയോ ആകൃതിയെയോ ബാധിക്കാത്ത രീതിയിലാണ് ഇതിന്റെ ഘടന വരുന്നത്. മാത്രമല്ല, ഇതിലൂടെ വിമാനത്തിന്റെ റഡാർ പ്രതിഫലന ശേഷി അല്ലെങ്കിൽ റഡാർ ക്രോസ് സെക്ഷൻ വളരെ കുറവായി നിലനിർത്താനും സാധിക്കും. ദീർഘദൂരങ്ങളിൽ നിന്ന് വളരെ സൂക്ഷ്മമായ കാര്യങ്ങൾ പോലും തിരിച്ചറിയാൻ ഈ സംവിധാനത്തിന് കഴിയുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. 5ാം തലമുറയുടെ സാങ്കേതിക മികവ് പൂർണ്ണമായും ഉൾക്കൊള്ളുന്നതാണ് AMCA Mk1 Mk2 വകഭേദങ്ങൾ. ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യമാണ് ഈ സാങ്കേതിക വിദ്യ പൂർണ്ണമായും ഇന്ത്യയിൽ തന്നെയാണ് നിർമ്മിക്കുന്നത് എന്നത്. കേന്ദ്ര സർക്കാരിന്റെ മേക്ക് 2 പദ്ധതിയുടെ കീഴിലാണ് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കാതെ സ്വന്തം പ്രതിരോധ സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചെടുക്കുന്നതിൽ ഇന്ത്യ കൈവരിച്ച വലിയൊരു നാഴികക്കല്ല് തന്നെയാണിത്. ഇതിനായി ഗാലിയം നൈട്രൈഡ് ചിപ്പുകൾ പോലെയുള്ള അത്യാധുനിക സാങ്കേതിക ഘടകങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഉയർന്ന താപനിലയും മികച്ച പ്രകടനവും കാഴ്ചവെക്കാൻ ഇത്തരം ഘടകങ്ങൾക്ക് സാധിക്കും. ഭാവിയിൽ 360 ഡിഗ്രി കവറേജ് നൽകുന്ന കൺഫോമൽ ഡോംസ് പോലെയുള്ള നൂതന ആശയങ്ങളും ഇതിൽ പരീക്ഷിച്ചു വരുന്നുണ്ട്. ഒരു സാങ്കേതിക വിദ്യ പ്രാവർത്തികമാകുന്നതിന് മുൻപ് അതിന്റെ പരീക്ഷണങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ EOTS സംവിധാനത്തിന്റെ പരീക്ഷണങ്ങൾക്കായി ഹോക്കർ 800 എന്ന വിമാനം ടെസ്റ്റ് ബെഡായി ഉപയോഗിക്കുന്നുണ്ട്. ഇതിന്റെ ഫലങ്ങൾ വളരെ പ്രതീക്ഷ നൽകുന്നതാണ്. വരും വർഷങ്ങളിൽ ഇത് നമ്മുടെ വ്യോമയാന മേഖലയ്ക്ക് വലിയ മുതൽക്കൂട്ടായി മാറുമെന്നത് സംശയം കൂടാതെ പറയാവുന്ന ഒരു വസ്തുതയാണ്. ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിൽ തദ്ദേശീയമായ കണ്ടുപിടുത്തങ്ങൾ എത്രത്തോളം മുന്നേറുന്നു എന്നതിന്റെ മികച്ച ഉദാഹരണമാണ് ഈ സാങ്കേതിക വിദ്യ എന്ന് പറയാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. ജയ് ഹിന്ദ്.